Good morning. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ലബോറട്ടറിയുടെ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? എക്യുപ്മെന്റ്സ് അല്ലേ? അതിന്റെ എത്ര 4 പോയിന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഈ 5ാമത്തെ പോയിന്റ് തൊട്ടല്ലേ നമ്മൾ പറയേണ്ടത്? അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ ഒരു ലബോറട്ടറിയില് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മള് എന്താ പറയാ, ഈ പറയുന്ന കാര്യങ്ങള് ഉറപ്പാക്കണം അല്ലെ? The following should be made sure. അതായത് നമ്മൾ എക്യുപ്മെന്റ്സിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങള് നമ്മൾ ലബോറട്ടറിയിൽ ഉറപ്പാക്കി വെക്കേണ്ടതാണ്. അപ്പൊ അതിനകത്ത് ഒന്നാമത് എന്താ നമ്മൾ പറഞ്ഞത്? എക്യുപ്മെന്റ്സ് എങ്ങനെ വേണം സെലക്ട് ചെയ്യാനായിട്ട്? ലബോറട്ടറിയുടെ ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് വേണം ലാബില് അത് സെലക്ട് ചെയ്യാനായിട്ട്. ഏത് തരത്തിലുള്ള ടെസ്റ്റിങ് കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്, അതനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് വേണം അവിടെ ചൂസ് ചെയ്യാനായിട്ട്, തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഉപയോഗത്തിന് എടുക്കുന്നതിന് മുന്നേ ആ എല്ലാ എക്യുപ്മെന്റ്സിന്റെയും അതിന്റെ ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ അടുത്ത് എന്താ പറയുക, 3ാമത്തെ പോയിന്റില് എല്ലാ എക്യുപ്മെന്റ്സും യൂസബിൾ കണ്ടീഷനിലായിരിക്കണം, ഏത് സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനിലായിരിക്കണം. പിന്നെ എന്താ 4ാമത്തെ പോയിന്റ്, പതിവായിട്ട് പരിശോധന നടത്തണം. ക്ലീനിങ്, മെയിന്റനൻസ്, എക്യുപ്മെന്റ്സിന്റെ മെയിന്റനൻസ് ഇതെല്ലാം നിർവഹിക്കണം. ഓക്കെ, ഇനി 5ാമത്തെ പോയിന്റ് നോക്കിയേ. ലബോറട്ടറി ഷുഡ് മെയിൻറ്റെയിൻ needful instruction for operation and maintenance of the equipments in the form of SOP. അവിടെ ഒന്ന് എഴുതി വെച്ചോട്ടോ, എക്സ്പാൻഡഡ് ഫോം എഴുതാം. SOP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. എന്താ സോപ്പ് എന്ന് പറയുന്നത്? SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതായത് ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഒരു കൂട്ടം നിർദ്ദേശങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങള്. അതെന്തിനാ? ആ ലാബിലെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ പതിവ് പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫുകൾക്ക് സഹായപ്രദമാകുന്ന ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻ, അതാണ് ഏത് സോപ്പ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതാണ് ആ ഫസ്റ്റ് പോയിന്റ് കൊടുത്തേക്കുന്നത്. ലബോറട്ടറി ഷുഡ് മെയിൻറ്റെയിൻ നീഡ്ഫുൾ ഇൻസ്ട്രക്ഷൻ ഫോർ ഓപ്പറേഷൻസ് ആൻഡ് മെയിന്റനൻസ്. ലാബിലെ പ്രവർത്തനങ്ങൾക്കും അതിന്റെ മെയിന്റനൻസ്, പരിപാലനത്തിനും ഒക്കെ വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സ് കേട്ടോ, ആ എക്യുപ്മെന്റ്സിന്റെ പ്രവർത്തനത്തിനും അതിന്റെ മെയിന്റനൻസും ഒക്കെ വേണ്ടിയിട്ട് ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഏതിന്റെ രൂപത്തില്? സോപ്പ്, SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ രൂപത്തില് എക്യുപ്മെന്റ്സിന്റെ പ്രവർത്തനങ്ങള്, അതിന്റെ പരിപാലനം, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളോ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അതാണ് SOP എന്ന് പറയുന്നത്. അത് സോപ്പ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ രൂപത്തില് ലാബില് മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ മനസ്സിലായോ? സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. എക്സ്പാൻഡഡ് ഫോം ചോദിക്കാട്ടോ. എക്സ്പാൻഡ് SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കൂട്ടം നിർദ്ദേശങ്ങളാണ്. ആർക്ക് സഹായപ്രദമാകുന്ന? സ്റ്റാഫിന് സഹായപ്രദമാകുന്ന ഒരു കൂട്ടം നിർദ്ദേശങ്ങള്. എന്തുമായിട്ട് ബന്ധപ്പെട്ട? എക്യുപ്മെന്റ്സിന്റെ പ്രവർത്തനങ്ങള്, അതിന്റെ പരിപാലനം, ഇതെല്ലാനും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻ, അതാണ് SOP എന്ന് പറയുന്നത്. ആ SOPയുടെ രൂപത്തില് ലാബില് മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ അല്ലേ ആ പോയിന്റ്? A copy of the same should be made available near the equipments. അതിന്റെ ഒരു കോപ്പി എവിടെ വെക്കണം? എക്യുപ്മെന്റ്സിനോട് ചേർന്ന് വെക്കണം. നമ്മളിപ്പോ എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമുക്കത് എന്തെങ്കിലും സംശയം വരികയാണ് അല്ലെ, എന്തെങ്കിലും ഡൗട്ട് വരികയാണ്, പ്രോപ്പറായിട്ട് എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം എന്നുള്ളതിൽ സംശയം വരികയാണെങ്കിൽ നമുക്ക് SOP എടുത്ത് നോക്കിയാൽ മതി. മനസ്സിലായോ?
അത് വായിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് അതിന്റെ പ്രവർത്തിപ്പിക്കേണ്ടത്, അല്ലെ, എങ്ങനെയാണ് വർക്കിംഗ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആ SOP എടുത്ത് നോക്കിയാൽ മതി. അതെപ്പോഴും അതിന്റെ ഒരു കോപ്പി, SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതിന്റെ ഒരു കോപ്പി അവിടെ അവൈലബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞേക്കണേ. നിയർ ദ എക്യുപ്മെന്റ്, അല്ലെ, എക്യുപ്മെന്റ്സിനോട് ചേർന്ന SOP ഒരു കോപ്പി അവൈലബിൾ ആയിരിക്കണം. ക്ലിയർ ആണല്ലോ, അല്ലെ? അടുത്ത നോക്കിയേ, ആറാമത്തെ പോയിന്റ്, ഓൾ എക്യുപ്മെന്റ് ഷുഡ് അണ്ടർഗോ കാലിബ്രേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. എല്ലാ എക്യുപ്മെന്റ്സും കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി, അതിന്റെ പരിശോധന, വെരിഫിക്കേഷൻ, ഇതെല്ലാം എന്ത് ചെയ്യണം, അത് നടത്തണം. അതിന്റെ കപ്പാസിറ്റി, അതിന്റെ വെരിഫിക്കേഷൻ, ഇതെല്ലാം എല്ലാ എക്യുപ്മെന്റ്സിന്റെയും നിർവഹിക്കണം. അടുത്ത പോയിന്റ്, മെയിന്റനൻസ് കോൺട്രാക്ട് ഇൻക്ലൂഡിംഗ് വാറണ്ടി കാർഡ്സ്, telephone number of the personnel needed to be contacted in the event of the equipment malfunction should be kept safely but within the reach of the user. ഇനി അടുത്തത് എന്താണ്, മെയിന്റനൻസ് കോൺട്രാക്ട്, വാറന്റി കാർഡുകളില്ലേ, അത് ഉൾപ്പെടുന്ന മെയിന്റനൻസ് കോൺട്രാക്ടുകള്. പിന്നെ ടെലിഫോൺ നമ്പർ ഓഫ് ദ പേഴ്സണൽ, ഏത് സ്റ്റാഫിന്റെ നീഡഡ് ടു ബി കോണ്ടാക്ട് ചെയ്യാൻ. എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും മാൽ ഫങ്ഷനിങ് എന്ന് പറഞ്ഞാൽ തകരാറിലാക്കുക. എക്യുപ്മെന്റ്സ് ഒക്കെ എന്തെങ്കിലും തകരാറിലൊക്കെ ആവുകയാണെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ആ സ്റ്റാഫിന്റെ ടെലിഫോൺ നമ്പർ നമ്മള് അത് കൈയെത്തുന്ന ദൂരത്ത് തന്നെ അത് പറഞ്ഞേണ്ട. ഷുഡ് ബി കെപ്റ്റ് സേഫ്ലി, സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം. എങ്ങനെ, ബട്ട് വിത്തിൻ റീച്ച് ഫോർ ദ യൂസർ. ആ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്ന ആള്, അല്ലെ, യൂസർ, അത് ഉപയോഗിക്കുന്നവരുടെ കൈയെത്തുന്ന ദൂരത്ത് തന്നെ ആ ടെലിഫോൺ നമ്പറും ഒക്കെ വെക്കണം. അപ്പൊ നമ്മളിപ്പോ അത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും തകരാറിൽ വന്നു ഉടനെ തന്നെ നമുക്ക് ആ നമ്പർ ഇട്ട് ആരെ കോണ്ടാക്ട് ചെയ്യാം, അല്ലെ, ആ എക്യുപ്മെന്റ്സ് അത് നന്നാക്കുന്ന ആളോ, അല്ലെ, അങ്ങനെയൊക്കെ ഉള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ സ്റ്റാഫിന്റെയാണ്. തേർഡ് ചാപ്റ്റർ കേട്ടോ, സെക്കൻഡ് മൊഡ്യൂളിലെ തേർഡ് ചാപ്റ്റർ ആണ് ടെക്നീഷ്യൻ. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളാ പറഞ്ഞേക്കണേ, വാറന്റി കാർഡ് ഉൾപ്പെടെയുള്ള മെയിന്റനൻസ് കോൺട്രാക്റ്റുകള്, പിന്നെ അതുപോലെ തന്നെ ടെലിഫോൺ നമ്പർ ആർക്കിടെയാണ്, ആ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും തകരാറിലാവുകയാണെങ്കിൽ, മാൽ ഫങ്ഷനിങ് എന്ന് വെച്ചാൽ തകരാറിലാവുക, ആ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും തകരാറിലാവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ആ സ്റ്റാഫിന്റെ ടെലിഫോൺ നമ്പറും ആ യൂസറിന്റെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെ വെക്കണം. ലാസ്റ്റ് പോയിന്റ് എന്താ, യൂസർ മാനുവൽ ഷുഡ് ബി റീഡിലി അവൈലബിൾ ഫോർ റെഫറൻസസ്. ഇനി എന്താ, യൂസർ മാനുവല് എന്താണ്, റെഫറൻസിന് വേണ്ടിയിട്ട് അത് അവൈലബിൾ ആകണം. റീഡിലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എളുപ്പത്തില് ലഭ്യമായിരിക്കണം, അല്ലെ. എല്ലാത്തിന്റെ യൂസർ മാനുവൽ ഇല്ലേ, അപ്പൊ നമുക്ക് വേറെ ആരോട് ചോദിക്കണ്ട, അത് വായിച്ച് നോക്കി അറിയാം എങ്ങനെയാണോ അത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. യൂസർ മാനുവലും എളുപ്പത്തില് റെഫറൻസിന് വേണ്ടിയിട്ട് ലഭ്യമാക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ലബോറട്ടറിയിലെ എക്യുപ്മെന്റ്സിനെ സംബന്ധിച്ച് നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ഓക്കെ, ആ പോയിന്റ്സ് നിങ്ങൾ 1 by 1 ആയിട്ട് ഒന്ന് വായിച്ചു വെച്ചേക്കാട്ടോ. അതിനകത്ത് എല്ലാത്തിലും വരുന്നുണ്ട്, എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞ ഒരു ഇത് തന്നെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന കാര്യങ്ങള് ഇമ്പോർട്ടന്റ് ആണോന്നാ, ചിലപ്പോ വേണമെങ്കിലേ ഇൻക്ലൂഡ് ചെയ്യണത് ഏതെന്നോ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ വേണമെങ്കിൽ ചോദിക്കാം. അതാ ഞാൻ പറഞ്ഞൊരു സൂത്രപ്പണി കൂടി ഞാൻ പറഞ്ഞു തന്നത്. അതിനകത്ത് എല്ലാത്തിലും എക്യുപ്മെന്റ്സ് എന്ന് വരുന്നുണ്ട്. അത് തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റൂലേ, എക്യുപ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പോയിന്റ്സ് ആണ്. ഓർത്തിരിക്കാൻ പറ്റൂലേ നമുക്ക് പെട്ടെന്ന് തന്നെ. ഓക്കെ, യൂസർ മാനുവലും നമ്മൾ എന്താണ് എളുപ്പത്തിൽ ലഭ്യമായിരിക്കണം. അതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പറയാം കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചാൽ മതി, നിങ്ങൾക്കത് ഓർമ്മയിൽ നിന്നോളും. ഇനി നെക്സ്റ്റ് നോക്കിയേ, പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. എന്തൊക്കെയാണ് ലാബിലെ നയങ്ങള്, അവിടുത്തെ നടപടിക്രമങ്ങള്, പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ്. ഓക്കെ, പോളിസി ആൻഡ് പ്രൊസീജിയർ. ഫസ്റ്റ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞേക്കണേ, സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. ആദ്യം എന്താ, നമ്മളാണെങ്കിൽ ലാബിൽ കൊടുക്കുമ്പോൾ എന്താണ്, നമ്മൾ കൊടുക്കുന്ന സാമ്പിള് ലേബിൾ ചെയ്യാത് അവരൊരു റെക്കോർഡിലേക്ക് എഴുതി വെക്കൂലേ, അല്ലെ. ഇതാണ് സാമ്പിള്. ഇപ്പൊ അവിടെ നിന്ന് തരുന്ന ബോട്ടിലാണെങ്കിലും നമ്മൾ അതിൽ നമ്മൾ സാമ്പിള് ചെയ്യുമ്പോൾ നമ്മുടെ പേര് ഇങ്ങനെയുള്ളതൊക്കെ ലേബിൾ ചെയ്ത് വെക്കൂലേ,
ലേബൽ ചെയ്യും. ഇവിടെ നോക്കിയേ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. should be attached with at least 2 unique identities. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സ്പെസിമെൻ ഏതായിക്കോട്ടെ, ബ്ലഡ് ആയിക്കോട്ടെ, യൂറിൻ ആയിക്കോട്ടെ, സെറ ആയിക്കോട്ടെ, ഏതായാലും ആ സ്പെസിമെൻസ് അതില് നമ്മൾ എന്ത് ചെയ്യണം, അറ്റാച്ച്ഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 യൂണിക് ഐഡന്റിറ്റീസ്. നമ്മുടെ ആണ് ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 2 യൂണിക് ഐഡന്റിറ്റീസ് എങ്കിലും അതിനകത്ത് അറ്റാച്ച് ചെയ്യണം. എക്സാമ്പിൾ നോക്കി അവിടെ നെയിം, ഏജ്, എക്സെട്ര. നമ്മുടെ പേര് വിത്ത് ഇനിഷ്യൽ അടക്കം നമ്മുടെ പേര്, ഏജ്, അങ്ങനെ എന്തെങ്കിലും അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനല്ലേ. അല്ല നമ്മൾ സാമ്പിൾ കൊടുക്കുമ്പോ നമ്മുടെ ആ ബോട്ടിൽ അതുപോലെ തന്നെ എടുത്ത് വെച്ച് ആർക്കടെ സാമ്പിളാന്നൊക്കെ അറിയാൻ പറ്റുമോ അല്ലേ? അതാണോ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞേക്കണേ. ഇല്ല, നമ്മൾ ആ കുറെ ബോട്ടിൽ ഒരുപോലെ ഇരിക്കുന്നേ, അപ്പൊ അത് ആർക്കടെ സാമ്പിളാന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ആദ്യം ലേബൽ ചെയ്യണം. ഫസ്റ്റത്തെയാണ് നമ്മൾ കൊടുക്കുമ്പോൾ സാമ്പിള് നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം ലേബലിംഗ് ചെയ്യുന്നത് അല്ലെ. നെയിം, ഏജ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലാബിൽ ബോട്ടിൽ മേടിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ പേരും നമ്മുടെ ഐഡന്റിറ്റി അതിനകത്ത് എഴുതിയിട്ട് നമുക്ക് ബോട്ടിൽ തരാം. അല്ലെങ്കിൽ നമ്മൾ സ്പെസിമെൻ കളക്ട് ചെയ്ത് കൊടുക്കുമ്പോഴോ എങ്ങനെയായാലും അത് അവര് എന്ത് ചെയ്യണം, എന്താണ് അതില് നമുക്ക് 2 ഐഡന്റിറ്റി വേണം, ലേബൽ ചെയ്യണം അല്ലെ. നിങ്ങൾ കൊടുത്തിട്ടൊക്കെ ഉണ്ടല്ലോ അല്ലെ. നമ്മൾ ആ സാമ്പിൾ കൊണ്ട് ചെല്ലുമ്പോൾ അവരൊരു സ്റ്റിക്കർ പോലെ ഇതിനകത്ത് നമ്മുടെ പേരും ഇതൊക്കെ എഴുതി അതിനകത്ത് വേഗം തന്നെ ഒട്ടിച്ചിട്ടല്ല അവിടെ എടുത്തു വെക്കുന്നത്, ആ ട്രെയിനിലേക്ക് എടുത്തു വെക്കുന്നത്. അല്ലെങ്കിൽ ആർക്കടെയൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, അതിന്റെ കുറച്ച് കാര്യങ്ങൾ താഴെ വരുന്നുണ്ട് കേട്ടോ. സ്പെസിമെൻ ലേബലിംഗ് യൂസിങ് ബാർകോഡ് ഇൻ ആൻ ഓപ്ഷൻ ദാറ്റ് മേ ഡിക്രീസ് എറേഴ്സ്. ഇനി അഥവാ നമ്മളിങ്ങനെ ചിലപ്പോ ഒരേ പേരിലൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഇററുകൾ വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു നല്ലൊരു ഓപ്ഷനാണ് യൂസിങ് ബാർകോഡ് ഉപയോഗിക്കുന്നത്. സ്പെസിമെൻ ലേബലിംഗില് ബാർകോഡ് ഉപയോഗിക്കുന്നത് ഈസ് ആൻ ഓപ്ഷൻ ദാറ്റ് മേ ഡിക്രീസ് ഇറേഴ്സ്. അതാണ് ഈ ബാർകോഡാണ് ഈ സിസ്റ്റത്തിൽ നേരെ ഇതാക്കിയാൽ മതി അല്ലെ. ബാർകോഡ് വെച്ചിട്ടാണെങ്കില് അപ്പൊ നമ്മൾ ഇററുകൾ കുറയ്ക്കാം, സ്കാൻ ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ കടയിലും സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴൊക്കെ ആണെങ്കിലും എല്ലാ ഐറ്റത്തിന്റെ പാക്കറ്റിന്റെ അവിടെ ബാർകോഡ് വെച്ചിട്ടുണ്ട്. സിമ്പിൾ ആണ് അല്ലെ. ജസ്റ്റ് നേരെ ഒന്ന് സ്കാൻ ചെയ്തെടുത്താൽ കറക്റ്റ് ഇത് വരും. വലിയ എന്തിനു വേണ്ടി, ഇറേഴ്സ് കുറയ്ക്കാനാണ്. അപ്പൊ ഇവിടെ സ്പെസിമെൻ ലേബലിംഗിന് ബാർകോഡ് ഉപയോഗിക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. എന്തിനു വേണ്ടി, ദാറ്റ് മേ ഡിക്രീസ് ഇറേഴ്സ്, ഇററുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി നല്ലൊരു ഓപ്ഷനാണ് അവിടെ സ്പെസിമെൻ ലേബലിംഗിന് ബാർകോഡ് ഉപയോഗിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. സ്പെസിമെൻ ലേബലിംഗ് യൂസിങ് ഡാഷ് ഈസ് ആൻ ഓപ്ഷൻ ദാറ്റ് മേ ഡിക്രീസ് ദ ഇറേഴ്സ്. ഇറർ കുറയ്ക്കാൻ നല്ലൊരു ഓപ്ഷൻ ഏതാ, ബാർകോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലേബൽ മേ ഇൻക്ലൂഡ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. ഈ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ലേബലില് താഴെ പറയുന്ന ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ആ ലേബലിൽ ഉൾപ്പെടുന്നത്, എന്തൊക്കെയാന്ന് നോക്കിയേ. പേഷ്യൻസ് നെയിം, ഏജ്, ജെൻഡർ, പേഷ്യന്റിന്റെ പേര്, വയസ്സ്, ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ, ജെൻഡർ. പേഷ്യന്റ് ഐ ഡി, പേഷ്യന്റിന്റെ ഐ ഡി നമ്പർ ആണെങ്കിൽ ഐ ഡി നമ്പർ. ടെസ്റ്റ് റിക്വസ്റ്റഡ്, ഏതാണ് ടെസ്റ്റ് അല്ലെ, അത് റിക്വസ്റ്റ് ചെയ്ത ടെസ്റ്റ് ഏതാണ്. ടൈം ആൻഡ് ദ ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ, അത് നോക്കിയേ നമ്മളുടെ ടൈം, അതുപോലെ തന്നെ സ്പെസിമെൻ കളക്ട് ചെയ്ത ഡേറ്റ്, ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ. കണ്ടോ, ഇത്രയും കാര്യങ്ങള് ഏതില്, ലേബലില് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. നോട്ട് ചെയ്ത് വെച്ചത്, ലേബൽ മേ ഇൻക്ലൂഡ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ലേബലിംഗ്. ലേബലിംഗില് നമ്മൾ ഉൾപ്പെടുന്നത് ഏത്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉൾപ്പെടുന്നത്? പേഷ്യൻസിന്റെ നെയിം, ഏജ്, ജെൻഡർ, പേഷ്യന്റ് ഐ ഡി, ടെസ്റ്റ് റിക്വസ്റ്റഡ്, റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ഏതാന്നുള്ളത്, ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചില്ലേ? അത് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആദ്യത്തെ രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേ, നമ്മൾ ആ ലേബലിംഗില് ഇറേഴ്സ് കുറയ്ക്കാൻ നല്ലൊരു ഓപ്ഷനാണ് അവിടെ ബാർകോഡ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേ, അറ്റ്ലീസ്റ്റ് 2 യൂണിക് ഐഡന്റിറ്റീസ് ഉണ്ടായിരിക്കണം, നെയിം, ഏജ്, എക്സെട്ര. ഓക്കെ, ഇനി അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ, സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. ഇനി രണ്ടാമത്തെ നോക്കിയേ, നമ്പർ 2 നോക്കിയേ, റിക്വസിഷൻ ഫോം ഓർ ടെസ്റ്റ് റിക്വസ്റ്റഡ് ഫോം. റിക്വസിഷൻ ഫോം ഏത് ടെസ്റ്റ് ആണ് അല്ലെ. ഇപ്പൊ ഒരു ഷീറ്റ് ഉണ്ടാവും, നമ്മളിപ്പോ ഡോക്ടറിന്റെ ടെസ്റ്റ് ഡോക്ടറൊക്കെ ആണെങ്കിൽ എഴുതുമ്പോ നമ്മൾ കുറേയും ഒരു സെറ്റ് ഓഫ് ടെസ്റ്റുകൾ ഉണ്ടാവും. അതിൽ ഏതാ നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഡോക്ടർ അവിടെ ടിക്ക് ഇടും അല്ലേ.
ഡോക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കർ അവിടെ ടിക്ക് ഇടും, ഈ ടെസ്റ്റ് ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ അത് ടെസ്റ്റ് ചെയ്യാൻ. അല്ലാതെ ആ ഷീറ്റ് അതേപോലെയല്ല. അല്ലെങ്കിൽ എല്ലാ ടെസ്റ്റും ചെയ്യണ്ട. ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞെങ്കിലും ബ്ലഡ് ടെസ്റ്റിൽ ഏതാണ്, ഇപ്പൊ ഹീമോഗ്ലോബിൻ മാത്രം നോക്കിയാൽ മതിയെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് എന്നുള്ളതിൽ പല ഓപ്ഷൻസ് ഉണ്ടാവും അവിടെ. RBC നോക്കാനോ WBC പ്ലേറ്റ്ലെറ്റോ അതുപോലെ തന്നെ ഹീമോഗ്ലോബിന്റെ ഇത് അളവ് നോക്കാനോ ഏതാന്ന് വെച്ചാൽ ഡോക്ടർ എന്ത് ചെയ്യും, അവിടെ ടിക്ക് ഇടും. ഹീമോഗ്ലോബിൻ ആണെങ്കിൽ ഹീമോഗ്ലോബിൻ, അവിടെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് എന്നുള്ളതിന്റെ താഴെ ഈ ഓപ്ഷൻസിൽ ഹീമോഗ്ലോബിൻ അത് മാത്രം ചെക്ക് ചെയ്താൽ മതിയെങ്കിൽ അത് ടിക്ക് ഇടും. അതാണ് രണ്ടാമത്തെ, അതാണ് നമുക്ക് റിക്വസ്റ്റ് അല്ലെ. the test requested form. Okay, the requisition form should be finished by the doctor. ആരാത് ഫിനിഷ് ചെയ്യണേ, ഡോക്ടർ ഓർ ഹെൽത്ത് വർക്കർ അല്ലെ. അദ്ദേഹമല്ലേ, ഡോക്ടർ അല്ലേ പറയണേ ഈ ടെസ്റ്റ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് കൊടുക്കുകയാണ് ലാബിലേക്ക്. ഈ ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് the requisition form should be finished by the doctor or health worker. Doctor or health worker. Then requesting the test, ഏത് ടെസ്റ്റ് ആണ് റിക്വസ്റ്റ് ചെയ്യും. and send, ഇനി അത് ആർക്കൂടെ send together with the specimen or patient to the laboratory. ആ സ്പെസിമെന്റെ ഒപ്പോ അല്ലെങ്കിൽ പേഷ്യന്റ് അല്ലെ, നമ്മുടെ കയ്യിലും വേണമെങ്കിൽ തന്നുവിടാം. പേഷ്യന്റിന്റെ ഒപ്പം ലബോറട്ടറിയിലേക്ക് ആ ടെസ്റ്റ് റിക്വസിഷൻ ഫോം കൊടുക്കും. ഇപ്പൊ ഡോക്ടറാണ് അല്ലെങ്കിൽ ഹെൽത്ത് വർക്കർ ആണ് ആ ടെസ്റ്റ് ഇന്ന ടെസ്റ്റ് ചെയ്യണം എന്ന് ലാബിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നത്. ആ റിക്വസിഷൻ ഫോം നമ്മൾ സ്പെസിഫിൻ കൊടുക്കൂലേ, ഇപ്പൊ ബ്ലഡ് കൊടുക്കുക, അത് യൂറിനാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്, അത് അതിന്റെ ആ സ്പെസിമെന്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കൂടെ ലബോറട്ടറിയിലേക്ക് ആ റിക്വസിഷൻ ഫോമും കൂടി കൊടുക്കും അല്ലെ. നമ്മൾ അത് രണ്ടും കൂടി അല്ലേ കൊടുക്കണേ. ലാബിൽ കൊടുക്കുമ്പോൾ സ്പെസിമെനും ഡോക്ടർ നമുക്ക് ഏത് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് എഴുതി തന്നത് ആ ഇതും കൂടി നമ്മൾ കൊടുക്കും. പേഷ്യൻസ് ഇപ്പൊ നമ്മൾ സെൽഫായിട്ട് നമ്മൾ നോക്കണതല്ല കേട്ടോ. അപ്പൊ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ തന്നിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ചീറ്റും കൂടിയും കൊടുക്കണം നമ്മള്. പിന്നെ ആ സ്പെസിമെന്റെ ഒപ്പം തന്നെ ലബോറട്ടറിയിലേക്ക് അയക്കും. The patient identity, age, location, date and the time of specimen collection, investigation requested, ഏതാണ് ഏത് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്, and the source of sample, ആ സാമ്പിളിന്റെ സോഴ്സ് ഫോർ കൾച്ചർ ആണോ, and the histopathology. ഹിസ്റ്റോപതോളജി പറഞ്ഞാൽ ടിഷ്യൂസ് ഇല്ലേ, നമ്മുടെ ടിഷ്യൂസ് നിരീക്ഷിച്ചിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതിനാണ് കേട്ടോ. ടിഷ്യൂസ് നിരീക്ഷിച്ചിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതാണ് നമ്മള് ഹിസ്റ്റോപതോളജി എന്ന് പറയുന്നത്. ഹിസ്റ്റോ എന്ന് പറഞ്ഞാൽ മീനിങ് ടിഷ്യൂ എന്നാണ്. ടിഷ്യൂ TISSUE ടിഷ്യൂ. ഇവിടെ ടിഷ്യൂസ് പരിശോധിച്ചിട്ട് രോഗനിർണയം നടത്തുന്നതാണ്. അതൊക്കെ അപ്പൊ സോഴ്സ് ഓഫ് ദ സാമ്പിൾ ഷുഡ് ഓൾസോ ബി ഇൻക്ലൂഡഡ്, ഇതും കൂടി ഉൾപ്പെടുത്തും. റിക്വസിഷൻ ഫോമില് ഏതൊക്കെയാ വന്നേന്ന് നോക്കിയാൽ പേഷ്യന്റിന്റെ ഐഡന്റിറ്റി, പേര്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഐഡന്റിറ്റി, ഏജ്, ലൊക്കേഷൻ, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് സ്പെസിമെൻ കളക്ഷൻ, ഏത് ടൈമിലാണ് ഏത് ഡേറ്റിലാണ് സ്പെസിമെൻസ് കളക്ട് ചെയ്തത്, ഇൻവെസ്റ്റിഗേഷൻ റിക്വസ്റ്റഡ്, ഏത് ഇൻവെസ്റ്റിഗേഷൻ ആണ്, ആൻഡ് സോഴ്സ് ഓഫ് സാമ്പിൾ, ഇതെല്ലാരും ഉൾപ്പെടുത്തും. അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. റിക്വസിഷൻ ഫോമില് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ, റിക്വസിഷൻ ഫോം ഇൻക്ലൂഡ്സ്, അതുകൂടി നോക്കാം. അതായത് നമ്മൾ അവിടെ അവര് ഇതാക്കുമ്പോ ഈ കാര്യങ്ങളൊക്കെ അവര് റെക്കോർഡിലും കൂടി ആക്കി വെക്കൂലേ. റെക്കോർഡ് അവിടെ അവരുടെ റെക്കോർഡിലേക്ക് നോട്ട് ചെയ്യില്ലേ, അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ അവര് നോട്ട് ചെയ്ത് വെക്കും. അതാണ് ഇപ്പൊ റിക്വസിഷൻ ഫോം ഡോക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കർ ആണ് ഫിനിഷ് ചെയ്യുന്നത്. അത് നമ്മൾ ഒന്നില്ലെങ്കിൽ സ്പെസിമെന്റെ ഒപ്പം അല്ലെങ്കിൽ പേഷ്യന്റ്, സ്പെസിമെന്റ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഒപ്പം തന്നെ ലബോറട്ടറിയിലേക്ക് അയക്കുന്നു. ഇനി അടുത്തത് അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതാ പറഞ്ഞേക്കണം. പേഷ്യന്റിന്റെ ഐഡന്റിറ്റി, ഏജ്, ലൊക്കേഷൻ, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് സ്പെസിമെൻ കളക്ഷൻ, ഇൻവെസ്റ്റിഗേഷൻ റിക്വസ്റ്റഡ് ആൻഡ് സോഴ്സ് ഓഫ് ദ സാമ്പിൾ. അത് അവര് ആ സിസ്റ്റത്തിൽ എന്താണ് ഈ കാര്യങ്ങളൊക്കെ അവര് സ്റ്റോർ ചെയ്യും അല്ലെങ്കിൽ റെക്കോർഡ് ആക്കും. സാമ്പിൾ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. ഇനി നമ്മൾ കൊടുക്കുന്ന സാമ്പിള് ഒന്നില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. റിജക്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ കൊടുക്കുന്നത് ആരെങ്കിലും? അത് ശരിയല്ല, ഒന്നോടെ എടുക്കാൻ പറഞ്ഞോണ്ട് റിജക്ട് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും സാമ്പിൾ കൊടുത്തപ്പോ? ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഫുള്ള് അത് അവര് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അത് വേണമെങ്കിൽ റിജക്ട് ചെയ്യാം അല്ലേ. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ആവശ്യം ഇല്ല, റിജക്ട് ചെയ്തിട്ടില്ല, ഉണ്ട്.
എന്താണ് റിജക്ട് ചെയ്യാൻ കാര്യം? ഇസാൻ ഫാസിൽ എന്താണ് റിജക്ട് ചെയ്തേ? ചിലപ്പോ നമ്മൾ കൊടുക്കുന്ന സ്പെസിമെൻ ചിലപ്പോ അത്രയും ഉണ്ട്, ചീച്ചി ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ചിലപ്പോ എന്താ നമ്മൾ അതിന്റെ അവിടെ പറയുന്ന ക്വാളിറ്റി ചിലപ്പോ അത്രയും ഇതില്ലായിരിക്കും അല്ലെ നമ്മൾ കൊടുക്കണേന്റെ, അല്ലെങ്കിൽ ചിലപ്പോ അത് കുറച്ചും കൂടി ക്ലിയർ ആകുമോ, അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ ഒന്നില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അതായത് നമുക്ക് കാരണങ്ങൾ താഴെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. All specimens should be checked on receiving the laboratory for the fitness for test. അല്ലാതെ നമ്മൾ സ്പെസിമെൻ കൊണ്ടു കൊടുക്കുമ്പോ അവരത് വെറുതെ ഒന്നും നോക്കാതെ അവര് വാങ്ങിച്ചു വെക്കുകയല്ല ചെയ്യുന്നത്. എന്ത് ചെയ്യും? അവര് റിസീവ് ചെയ്യുമ്പോ ആ സാമ്പിള് നോക്കും, ആ ടെസ്റ്റിന് ഫിറ്റ് ആണോ എന്താ നോക്കുന്നവര്. ആ ലബോറട്ടറിയില് നമ്മൾ സാമ്പിള് കൊടുക്കുമ്പോൾ അവരെന്ത് നോക്കും? ആ നമ്മൾ കൊടുക്കുന്ന സ്പെസിമെൻ അവിടെ ടെസ്റ്റ് ചെയ്യാൻ ഫിറ്റ് ആണോ അല്ലെ, അത് ഓക്കെ ആണോ, ഇത് തന്നെ മതിയോ എന്നുള്ളത് അവരൊന്ന് ചെക്ക് ചെയ്തതിനു ശേഷമാണ് അവരവിടെ മേടിച്ച് ട്രെയിലേക്ക് എടുത്തു വെക്കുള്ളൂ അല്ലെ. അവരൊന്ന് ടെസ്റ്റിന് ഫിറ്റ് ആണോ എന്ന് നോക്കും. ദിസ് ചെക്ക് ഷുഡ് ഇൻക്ലൂഡ് ദ സ്യൂട്ടബിൾ കണ്ടെയ്നർ. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ ആരെങ്കിലും. 21. Okay, these checks should include the suitable. നോക്കിയേ, ഇനി നോക്കിയേ ഈ ചെക്ക്. അപ്പൊ അവര് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ടെസ്റ്റിന് ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെക്ക് ചെയ്യണേ നോക്കിയേ? സ്യൂട്ടബിൾ കണ്ടെയ്നർ ആണോ. ചിലപ്പോ നമ്മുടെ വീട്ടിൽ കിടന്ന ഒരു പഴയ കുപ്പി എടുത്തുണ്ടായി അതിനകത്ത് കുറച്ച് യൂറിൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അവർ സമ്മതിക്കൂല അല്ലെ. അതിലെന്തെങ്കിലും വേറെ എന്തെങ്കിലും അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് കറക്റ്റ് ആയിട്ട് എന്താ പറയാ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല, ടെസ്റ്റില് ശരിയാവൂല അല്ലേ. അതുകൊണ്ട് വെച്ചാൽ ലാബിന്ന് തന്നെ ബോട്ടില് അത് നല്ല സ്റ്റെറിലൈസ് ചെയ്ത് നല്ല പ്യൂർ ആയിട്ടുള്ളതാണ്. ആ ബോട്ടിൽ തന്നെയായിരിക്കും നമ്മളോട് സ്പെസിമെൻ കളക്ഷന് വേണ്ടി നമുക്ക് തരുന്നത്. ലാബിയിലുള്ള ബോട്ടിൽ തരാറില്ലേ അല്ലേ? യൂറിൻ ബോട്ടിൽ ഒന്നും ഉണ്ട്. യൂറിൻ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്താണ് അവിടത്തെ. അപ്പൊ ഒരു മൈക്രോബ്സ് ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഒരു പഴയ കുപ്പി എടുത്തുകൊണ്ട് കൊടുത്താൽ ചിലപ്പോ അത് ആപ്റ്റ് ആവണമെന്നില്ല. അപ്പൊ എന്തൊക്കെയാ അവര് ചെക്ക് ചെയ്യണേന്ന് നോക്കിയേ? സ്യൂട്ടബിൾ കണ്ടെയ്നർ ആണോ, ക്വാണ്ടിറ്റി ഓർ വോളിയം, അത്രയും ക്വാണ്ടിറ്റിയിലുണ്ടോ അല്ലെ. അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പാകത്തിന് അത്രയും ക്വാണ്ടിറ്റി വോളിയം അല്ലെ, അല്ലെങ്കിൽ വോളിയം അളവിലുണ്ടോ, അത്രയും ഉണ്ടോ. ഇൻ ദ കേസ് ഓഫ് ബ്ലഡ് യൂറിൻ സാമ്പിൾ, ബ്ലഡിന്റെ കാര്യത്തില് അല്ലെങ്കിൽ യൂറിൻ സാമ്പിളിന്റെ കാര്യത്തില്. ദെൻ ക്വാളിറ്റി ഓഫ് ദ സാമ്പിൾ, ഈ സാമ്പിളിന്റെ ക്വാളിറ്റി നോക്കും. ഇൻ ദ കേസ് ഓഫ് ടിഷ്യൂ സാമ്പിളില് ക്വാളിറ്റി നോക്കും. എനി ലീക്കേജ്, ഇനി നമ്മൾ കൊടുക്കുന്ന ബോട്ടിലിന് വലിയ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടോ, ചോർച്ച എന്തെങ്കിലും ഉണ്ടോ, അത് നോക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താ നമ്മൾ കൊടുക്കുന്ന സ്പെസിമെൻ അവര് ടെസ്റ്റിന് ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ അത് എന്തൊക്കെയാണ്? സ്പെസിമെൻ നമ്മൾ കൊടുക്കുമ്പോൾ അവര് ടെസ്റ്റിന് ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ദിസ് ചെക്ക് ഷുഡ് ഇൻക്ലൂഡ്. സ്പെസിമെൻസ് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഓക്കെ, സ്യൂട്ടബിൾ കണ്ടെയ്നർ ആണോ, സ്യൂട്ടബിൾ ആയിട്ടുള്ള അത് അത്രയും ക്വാളിറ്റി സാമ്പിളിന്റെ ക്വാളിറ്റി ഉണ്ടോ, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വോളിയം ഉണ്ടോ, ലീക്കേജ് ഉണ്ടോ, ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ അത്. ഓക്കെ, യെസ്. ഇനി നോക്കിയേ, റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് ഫോർ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. ഇനി ഈ റെക്കോർഡ്, അതായത് നമ്മളപ്പോ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ എന്താ, നമ്മൾ ഇന്ന സാമ്പിൾ വാങ്ങിച്ചു, ഇന്ന ആളുകൾ വാങ്ങിച്ചു എന്നുള്ളത് അവരെന്ത് ചെയ്യും? റെക്കോർഡാക്കും അല്ലെ, റെക്കോർഡിലാക്കും. അത് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് റിട്ടേൺ ആയിട്ട് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ, ഇപ്പൊ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ അല്ലെ, കമ്പ്യൂട്ടറിലേക്ക് അവരത് റെക്കോർഡാക്കും. റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് ഫോർ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. ഓർന്നുണ്ട് കേട്ടോ, അവിടെ സ്ലാഷ് വേണേ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിലില്ല. അക്സെപ്റ്റൻസ് ഓർ ഒരു സ്ലാഷ് ഇട്ടാൽ മതി അവിടെ. റിജക്ഷൻ വിത്ത് ദ റീസൺ ആൻഡ് ആക്ഷൻ സ്പെസിഫൈഡ്. ഇനി നമ്മൾ റിജക്ട് ചെയ്യുകയാണെങ്കിലേ അതിനുള്ള റീസൺ അവിടെ എഴുതി വെക്കണം. ആൻഡ് ആക്ഷൻ സ്പെസിഫൈഡ് ഓഫ് ദ റിജക്ഷൻ ഓഫ് ഓൾ ദ സാമ്പിൾ റിസീവ്ഡ് ഇൻ ദ ലബോറട്ടറി. അപ്പൊ ലാബിലേക്ക് റിസീവ് ചെയ്ത എല്ലാ സാമ്പിള് അല്ലെങ്കിൽ റിജക്ട് ചെയ്ത എല്ലാ സാമ്പിളുകളുടെയും റെക്കോർഡ് സൂക്ഷിക്കണം. അത് ഇപ്പൊ റിജക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റീസണും കൂടി അവിടെ നോട്ട് ചെയ്യണം. ആസ് പെർ ദ ക്രൈറ്റീരിയ, ആസ് പെർ ദ ക്രൈറ്റീരിയ. ഒന്ന് ടെക്സ്റ്റ് കറക്റ്റ് ആണോ നോക്കിയേ? ആസ് പെർ ദ ക്രൈറ്റീരിയ.
ക്രൈറ്റീരിയോൺ കറക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ ഞാൻ ഷെയർ ചെയ്തേക്കുന്നതിൽ ഒരു പേര് അവിടെ കയറി വെച്ചിട്ടുണ്ട്, അത് വേണ്ട. ആസ് പെർ ദ ക്രൈറ്റീരിയ ഡിഫൈൻഡ് എർലിയർ, അല്ലെ, അവിടുത്തെ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള മാനദണ്ഡം അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആ ലബോറട്ടറിയിൽ റിസീവ് ചെയ്ത അല്ലെങ്കിൽ റിജക്ട് ചെയ്തിട്ടുള്ള എല്ലാ സാമ്പിളുകളുടെയും റെക്കോർഡ് അവിടെ സൂക്ഷിക്കും. If laboratory reject any sample, ഇനി ലബോറട്ടറി ഒരു സാമ്പിൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ, ഇത് പറ്റൂല എന്ന് അങ്ങനെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ, ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ഇൻ ദ പേഷ്യന്റിനെ അറിയിക്കണം, ഓർ ഡോക്ടർ, ആൻഡ് നീഡ് ഫോർ റികളക്ഷൻ, വീണ്ടും കൊണ്ടുവരാൻ പറയണ്ടേ, അല്ലെ. റിജക്ട് ചെയ്യുകയാണെങ്കിൽ റിജക്ട് ചെയ്തത് അവര് ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പൊ അവര് നോക്കുമ്പോൾ അത് എന്താ, അത് എടുക്കാൻ പറ്റില്ല, അത്രയും ക്വാണ്ടിറ്റിയിൽ ഇല്ല, അല്ലെങ്കിൽ സ്യൂട്ടബിൾ കണ്ടെയ്നർ അല്ല, അല്ലെ, ക്വാളിറ്റി ഇല്ല, അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി റികളക്ട് ചെയ്യാനായിട്ട് പേഷ്യന്റിനെ അല്ലെങ്കിൽ ഡോക്ടറിനെ ഇൻഫോം ചെയ്യും. ഓക്കെ, the laboratory reject any sample, it should be informed the patient or doctor and needed for recollection. അതുകൊണ്ട് അന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഓക്കെ, മൂന്നാമത്തത്. ഇനി അടുത്തത് നാലാമത്തെ നോക്കിയേ. ഓക്കെ അല്ലേ, മൂന്നാമത്തെ പ്രശ്നമില്ലല്ലോ. ഒന്നാമത്തത് എന്താ പറഞ്ഞത്, ഒന്നാമത്തെ പോയിന്റിൽ നമ്മളെ ചെക്ക് ചെയ്യൂലേ, ആ ചെക്ക് ചെയ്യുമ്പോ ടെസ്റ്റിന് ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യണതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെക്ക് ചെയ്യുന്നത്, പിന്നെ ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അക്സെപ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യണം, അല്ലെ. പിന്നെ അടുത്ത് പറഞ്ഞേക്കാം, ഇനി റിജക്ട് ചെയ്യുകയാണെങ്കിൽ അത് റിജക്ട് ചെയ്തു, ഇത് പറ്റില്ല, വീണ്ടും കൊണ്ടുപോകണം, അല്ലെ. റികളക്ഷൻ, വീണ്ടും അത് കളക്ട് ചെയ്യേണ്ട ഒരു സാമ്പിള്. അപ്പൊ ആ വിവരം പേഷ്യന്റിനെ അല്ലെങ്കിൽ ഡോക്ടറിനെ അറിയിക്കണം. ഇനി അടുത്ത നാലാമത്തെ പോയിന്റ് നോക്കിയേ, ലബോറട്ടറി റെക്കോർഡ്. നാലാമത്തെ പോയിന്റ് ആണ്, പ്രൊസീജിയർ ആട്ടോ, ലബോറട്ടറി റെക്കോർഡ്. All the released laboratory reports should be stored as per the national regulator needs. നാഷണൽ റെഗുലേറ്റർ നീഡ്സ് എന്താണ്, എല്ലാ ഈ നമ്മള് ലബോറട്ടറിയുടെ റിപ്പോർട്ടും ഇല്ലേ, അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു റെഗുലേറ്ററി നീഡ്, എല്ലാ റിപ്പോർട്ടുകളും ചട്ടങ്ങൾക്കനുസരിച്ചായിരിക്കണം. നമ്മള് എല്ലാ ഓൾ റിലീസ്ഡ് ലബോറട്ടറി റിപ്പോർട്ട്സ്, അപ്പൊ റിസൾട്ടുകളില്ലേ, അതെങ്ങനെയായിരിക്കണം, റെഗുലേറ്റർ നീഡ്സ്, നാഷണൽ റെഗുലേറ്റർ നീഡ്സ്, ഒരു ദേശീയമായിട്ടുള്ള ഒരു ചട്ടങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം. പുറത്തിറക്കിയ എല്ലാ ലബോറട്ടറി റിപ്പോർട്ടുകളും റെഗുലേറ്റർ അതിന്റെ ഒരു ചട്ടങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം, റെഗുലേറ്റർ നീഡ്സ് അനുസരിച്ചിട്ടായിരിക്കണം റിപ്പോർട്ടുകൾ എന്തായാലും. The records can be kept as physical copies and instrument printouts or photocopies or electronically. ഇനി അവര് ആ റിസൾട്ട് നമുക്ക് തരുവാണെങ്കിലേ, റിസൾട്ട് അവിടെയുള്ള എല്ലാ റെക്കോർഡുകളും അതിന്റെ ഒരു കോപ്പി, ഫിസിക്കൽ കോപ്പി, ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫോട്ടോ കോപ്പി ആയിട്ടോ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി എന്ന് പറഞ്ഞാൽ എന്താ, കമ്പ്യൂട്ടറിൽ, അല്ലെ, കമ്പ്യൂട്ടറിലോ ഒക്കെ സ്റ്റോർ ചെയ്യണം. LIS ഓർ HIS എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്യുക, അത് താഴെ കൊടുത്തിട്ടുണ്ട്. LIS എന്ന് പറഞ്ഞാൽ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, ഓർ HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് സിസ്റ്റത്തില്, കമ്പ്യൂട്ടറിൽ, അല്ലെങ്കിൽ ഒരു പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി, അത് റിട്ടേൺ ഫോട്ടോ കോപ്പി ആയിട്ടോ ഫിസിക്കൽ കോപ്പീസ് എല്ലാ റെക്കോർഡിന്റെയും കീപ്പ് ചെയ്യണം. ദ റെക്കോർഡ് ക്യാൻ ബി കെപ്റ്റ്, ആ റെക്കോർഡുകള് എങ്ങനെയാ, ഫിസിക്കൽ കോപ്പി ആയിട്ട്, ഒന്നില്ലെങ്കിൽ ഫോട്ടോ കോപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി, അതായത് കമ്പ്യൂട്ടറിലോ സ്റ്റോർ ചെയ്ത് വെക്കണം. LIS എന്നാണ് താഴെ കൊടുത്തിട്ടുണ്ട്, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. ഓർ HIS എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. Okay, use of LIS, laboratory information system or laboratory information management system. ആ സിസ്റ്റം കഴിഞ്ഞിട്ട് അവിടെ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ. മാനേജ്മെന്റ് സിസ്റ്റം enable a laboratory to track the specimen. ഇത് എന്തിനാ നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്തേക്കുന്നത് റിപ്പോർട്ടുകളൊക്കെ, എന്തിനാ, നമുക്ക് അത് ട്രാക്ക് ചെയ്യാൻ,
സ്പെസിമെൻസ് ട്രാക്ക് ചെയ്യാൻ ഫ്രം റിസീപ്റ്റ്, പ്രോസസിംഗ്, ടെസ്റ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു സ്റ്റോറേജ്. കണ്ടോ, ഇതെല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ, നമുക്ക് ഏത് സമയത്തും എന്തെങ്കിലും ഒന്ന് വെരിഫൈ ചെയ്യണമെങ്കിലൊക്കെ അല്ലെ നമുക്ക് അവിടെ നിന്ന് എടുക്കാം, സിസ്റ്റത്തിൽ നിന്ന് എടുക്കാം. ആ സ്പെസിമെൻസ് ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടു ട്രാക്ക് ദ സ്പെസിമെൻ ഫ്രം എവിടെ നിന്ന്, റിസീപ്റ്റ് അല്ലെങ്കിൽ പ്രോസസിങ്, അവിടെ നിന്ന് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് ടു സ്റ്റോറേജ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള സ്പെസിമെൻസ് ട്രാക്ക് ചെയ്യാനായിട്ട് ഈ യൂസ് ഓഫ് LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ആ പ്രൊസീജിയർ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. LIS ഇത് അതിന്റെയൊക്കെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോക്കി വെക്കാം. HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ആ ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഓൾ ദ റിലീസ്ഡ് ലബോറട്ടറി റിപ്പോർട്ട് ഷുഡ് ബി സ്റ്റോർഡ്. എങ്ങനെയാ സ്റ്റോർ ചെയ്തേ? ആസ് പെർ നാഷണൽ റെഗുലേറ്റർ നീഡ്സ്. പിന്നെ റെക്കോർഡിന്റെ എങ്ങനെയാ നമ്മൾ റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന? ഫിസിക്കൽ കോപ്പി അല്ലെ, ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്, അതായത് ഫോട്ടോ കോപ്പി ആയിട്ടോ HIS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. LIS എന്ന് പറഞ്ഞാൽ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തില് സ്റ്റോർ ചെയ്യും. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട് അവിടെ. 4th മൊഡ്യൂളാന്ന് തോന്നുന്നു HIS. ഓക്കെ, ഇനി താഴെ പറഞ്ഞേക്കുന്നത് കുറച്ച് ഇതിപ്പോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ 4 പോയിന്റ്സ് ആണ് പോളിസി ആൻഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞ് 1, 2, 3, 4 വരെ നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. വായിച്ചു നോക്കാം. ഇനി അടുത്തതാണ് ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ്. ഒരു ലബോറട്ടറി റെക്കോർഡില് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ദ ഫോളോയിങ്. അപ്പൊ ഇവിടെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടില്ലേ? അതെല്ലാം ലബോറട്ടറി റെക്കോർഡ്സിൽ ഉൾപ്പെടുന്നതാ. പക്ഷെ എന്താ പറഞ്ഞേക്കണത്? ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു ദ ഫോളോയിങ്. ഇതിൽ മാത്രം ലിമിറ്റ് ചെയ്യുന്നില്ല, ഇതിൽ കൂടുതൽ ഉണ്ടാവാം. പക്ഷെ നമ്മൾ എന്താ, ഒരു ലബോറട്ടറി റെക്കോർഡ്സിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഇതിൽ ലിമിറ്റ് ചെയ്യുന്നില്ല എന്ന് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലബോറട്ടറി റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏത്? ലബോറട്ടറി റെക്കോർഡ്സ് ഉണ്ട്, ലാബിലെ റെക്കോർഡുകൾ ഉണ്ട് അല്ലെ. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഇതിൽ മാത്രം ലിമിറ്റ് ചെയ്തില്ല, ഇതിൽ മാത്രം പരിമിതപ്പെടുത്തുന്നില്ല, ഇതിൽ കൂടുതൽ ഉണ്ടാകാം. പക്ഷെ ഇത്രയുമാണ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പേരുകൾ മാത്രം നോക്കിയാൽ എന്താണെന്നും വേണ്ട. ലബോറട്ടറി റെക്കോർഡ്സിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ലബോറട്ടറി റെക്കോർഡ്സ്? ഓക്കെ, ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ്സ് ഡാഷ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കുക സിമ്പിൾ ആയിട്ട്. ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ് എന്തൊക്കെയുള്ളത് നോക്കിയേ. ഡീറ്റെയിൽ ഒന്നും വേണ്ട, ജസ്റ്റ് പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. റിക്വസ്റ്റ് ഫോം. റിക്വസ്റ്റ് ഫോം എന്താ? ഏത് ടെസ്റ്റാ ചെയ്യേണ്ടതെന്നുള്ള റിക്വസ്റ്റ് ഫോമിലെ റിക്വസിഷൻ ഫോം അല്ലെ. റിക്വസ്റ്റ് ചെയ്ത ടെസ്റ്റ് ഏതാണ് അതിന്റെ ഫോം, റിക്വസ്റ്റ് ഫോം ഉണ്ടാകും. പിന്നെ റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്. പിന്നെ റിസൾട്ട് ഉണ്ടാവും അല്ലെ. ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് ഉണ്ടാവും, റിപ്പോർട്ടിന്റെ ആ കോപ്പി ഉണ്ടാവും. കോപ്പീസ് ഓഫ് റിപ്പോർട്ട് നമ്മൾ പറഞ്ഞില്ലേ, ഒന്നിൽ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് ആയിട്ട് ഫോട്ടോ കോപ്പി ആയിട്ട് റിപ്പോർട്ടിന്റെ കോപ്പി ഉണ്ടാകും. റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്. ദെൻ ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്. ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് എന്താ? ഇൻസ്ട്രുമെന്റ്സിന്റെ ലിസ്റ്റ് is a printed record information from the laboratory instruments. ലാബിലെ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചുള്ള ഒരു പ്രിന്റഡ് റിപ്പോർട്ടാണ് ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് പറയുന്നത്. എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണുള്ളത് അതിന്റെ ഒരു ലിസ്റ്റ്. ഓക്കെ, അതുണ്ടാവും, അതിന്റെ റെക്കോർഡ് ഉണ്ടാവും. ലബോറട്ടറിയിൽ ഉൾപ്പെടുന്ന റെക്കോർഡുകളാട്ടോ. ആ ഒരു റെക്കോർഡ് ഉണ്ടാവും. ഏത്? അപ്പൊ അവർക്കൊരു കണക്ക് വേണ്ടേ അല്ലെ? ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ്, എത്ര എണ്ണം വീതാണ്, ഇതിന്റെയൊക്കെ ഒരു റെക്കോർഡ് ഉണ്ടാവും. ലബോറട്ടറി വർക്ക് ബുക്സ് ആൻഡ് വർക്ക്ഷീറ്റ്. ലബോറട്ടറിയിലെ വർക്ക് ബുക്കുകള്, വർക്ക്ഷീറ്റ്, അതിന്റെ ഒരു റെക്കോർഡ് ഉണ്ടാവും. വർക്ക് ബുക്ക് ആൻഡ് വർക്ക്ഷീറ്റ്. ലബോറട്ടറി രജിസ്റ്റർ. ലബോറട്ടറി രജിസ്റ്റർ ഉണ്ടാവും അതിന് അല്ലെ. ആരൊക്കെയാണ് ചെയ്യുന്നത് അതിന്റെ രജിസ്ട്രേഷൻ അല്ലെ, രജിസ്റ്റർ ചെയ്യുന്ന റെക്കോർഡ് ഉണ്ടാവും. അടുത്തതാണ് കാലിബ്രേഷൻ റെക്കോർഡ് ആൻഡ് കാൽക്കുലേഷൻ
കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്, കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്ട്രുമെന്റ്സിന്റെ കൃത്യത കാണിക്കുന്ന റെക്കോർഡാണ് കേട്ടോ. ഉപകരണങ്ങളുടെയൊക്കെ കൃത്യത കാണിക്കുന്നത്, കറക്റ്റ് ആണ്, അതിന്റെ ഫിറ്റ്നസ് കിട്ടി, ഓക്കെ ആണ്, അതിന്റെ കൃത്യത കാണിക്കുന്ന റെക്കോർഡാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞോന്നുള്ളൂ. എന്താണ് ഇപ്പൊ കാലിബ്രേഷൻ റെക്കോർഡ് എന്നൊന്നും ചോദിക്കൊന്നുമില്ല, ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. എന്താണ്? ഉപകരണങ്ങളുടെ കൃത്യത കാണിക്കുന്ന റെക്കോർഡാണ്. ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്, അത് കാണിക്കുന്ന ഒരു പ്രമാണം. കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്, കാൽക്കുലേഷൻ അത് കണക്കാക്കുന്ന അതിന്റെ ഘടകങ്ങള്, ഫാക്ടേഴ്സ്, റെക്കോർഡുകള്, അതൊക്കെ. പിന്നെ ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ്, ക്വാളിറ്റി മാനുവൽ ഇതാക്കി കൊടുത്തേണ്ട, ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ്സ്, ക്വാളിറ്റി കാണിക്കുന്നത് ക്വാളിറ്റി മാനുവൽ ഉണ്ടാകും. ഇൻസിഡന്റ് ബുക്ക്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്, എന്തെങ്കിലും സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ തിരുത്തൽ നടപടികളില്ലേ, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്, അതിന്റെ തിരുത്തലുകളുടെ പ്രവർത്തന റിപ്പോർട്ട്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്. ഇൻസിഡന്റ് ബുക്ക്, രാവിലെ ഉണ്ടായ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം, അതിനെ സംബന്ധിക്കുന്ന റെക്കോർഡുകൾ, അതിന്റെ തിരുത്തൽ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട്. സ്റ്റോക്ക് കാർഡ് ആൻഡ് സപ്ലൈ റെക്കോർഡ്. സ്റ്റോക്ക് കാർഡ് എന്ന് പറഞ്ഞ എന്താ? സ്റ്റോക്ക് കാർഡ് ആ സ്റ്റോക്കിന്റെ ലാബിലുള്ള ഐറ്റംസ്, അതിന്റെ സ്റ്റോക്ക് കാണിക്കുന്നതാണ് കേട്ടോ സ്റ്റോക്ക് കാർഡ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാം, സ്റ്റോക്ക് കാണിക്കുന്ന ഒരു റെക്കോർഡാണ് സ്റ്റോക്ക് കാർഡ്. കീപ് ദ ട്രാക്ക് ഓഫ് സ്റ്റോക്ക് മൂവ്മെന്റ്സ് വിത്തിൻ ദ സ്റ്റോർസ്, സ്റ്റോർസിലെ സ്റ്റോക്ക് മൂവ്മെന്റ്സ് കാണിക്കുന്ന ഒരു റെക്കോർഡ്, സ്റ്റോക്ക് കാർഡുകള്. ആൻഡ് സപ്ലൈ റെക്കോർഡ്, സപ്ലൈ ചെയ്യുന്ന, വിതരണം ചെയ്യുന്ന, അല്ലെ, സപ്ലൈ റെക്കോർഡ്, എന്തൊക്കെയാണ് നമ്മൾ അതിന് സപ്ലൈ ചെയ്യുന്ന, അതേ സംബന്ധിക്കുന്ന റെക്കോർഡ്സ്. ലാബിലേക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യണം, അല്ലെ, സ്റ്റോക്ക് ചെയ്യണം, അതുപോലെ തന്നെ അത് സപ്ലൈ ചെയ്യണം, പല ഏരിയയിലേക്ക് സപ്ലൈ ചെയ്യണം, അതിന്റെയൊക്കെ സംബന്ധിക്കുന്ന റെക്കോർഡുകൾ. അടുത്തതാണ് പേഴ്സണൽ റെക്കോർഡ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആരാ? പേഴ്സണൽസ് ആരാ? സ്റ്റാഫ്. വെരി ഗുഡ്. ആരാണ്? സ്റ്റാഫ് ആണ്. ഇവിടുത്തെ സ്റ്റാഫുകളെ സംബന്ധിക്കുന്ന റെക്കോർഡ്, അല്ലെ, എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് അറിയണ്ടേ? എത്ര സ്റ്റാഫ് ഉണ്ട്, അല്ലെ, സ്റ്റാഫുകളെ അവരുടെ ഡീറ്റെയിൽസ്, ഇതൊക്കെ ആ ലാബിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന റെക്കോർഡ്, പേഴ്സണൽ റെക്കോർഡ്. സ്റ്റാഫ് ട്രെയിനിങ്, അതിനകത്ത് വരുന്ന നോക്കിയ പേഴ്സണൽ റെക്കോർഡിൽ എന്താ? സ്റ്റാഫിന് ട്രെയിനിങ് സംബന്ധിക്കുന്ന കാര്യങ്ങള്, കോമ്പിറ്റൻസി റെക്കോർഡ്, ഇൻഡിവിജ്വലിന്റെ ആ ഓരോ സ്റ്റാഫിന്റെ സ്കിൽസ്, എബിലിറ്റി ഒക്കെ ഇല്ലേ, അതൊക്കെ കാണിക്കുന്ന റെക്കോർഡാണ് കേട്ടോ കോമ്പിറ്റൻസി റെക്കോർഡ്സ്. ഡോക്യുമെന്റ് ദാറ്റ് ഷോസ് ഓൺ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഓഫ് സ്റ്റാഫ്, സ്റ്റാഫിന്റെ സ്കിൽസ്, എബിലിറ്റീസ് ഒക്കെ കാണിക്കുന്ന ഒരു റെക്കോർഡാണ് കോമ്പിറ്റൻസി റെക്കോർഡ്. ആൻഡ് ഹെൽത്ത് റെക്കോർഡ്, അവരുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള, ഓരോ സ്റ്റാഫിന്റെയും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്ന റെക്കോർഡ്. ഇതെല്ലാം പേഴ്സണൽ റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. പേഴ്സണൽ റെക്കോർഡ്സ് ഇൻക്ലൂഡ്സ്, പേഴ്സണൽ റെക്കോർഡ്സിൽ എന്തൊക്കെയാ വരുന്നത്? സ്റ്റാഫ് ട്രെയിനിങ്ങുമായി സംബന്ധിക്കുന്ന കാര്യങ്ങള്, കോമ്പിറ്റൻസി റെക്കോർഡ്സ്, സ്റ്റാഫിന്റെ എബിലിറ്റി ആൻഡ് സ്കിൽസ് അത് കാണിക്കുന്ന റെക്കോർഡ്, ഹെൽത്ത് റെക്കോർഡ്, സ്റ്റാഫിന്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന റെക്കോർഡ്. ഇനി അടുത്താണ് കംപ്ലൈന്റ്സ് ആൻഡ് ദെയർ റിസൊല്യൂഷൻ. കംപ്ലൈന്റ്സ്, അതിന് പരാതികള്, അതിന്റെ പരിഹാരങ്ങള്, അതൊക്കെയുള്ള റെക്കോർഡ്. ഇൻവെന്ററി ഓർ അസെറ്റ്. അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആണ് കേട്ടോ. ഇൻവെന്ററി, സ്റ്റോക്ക്. ഓക്കെ, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്, സ്റ്റോക്ക് റെക്കോർഡ്. ഓർ അസെറ്റ്, അസെറ്റ് എന്ന് പറഞ്ഞാൽ ആസ്തി, അല്ലെ, ആസ്തിയാണ്. ലബോറട്ടറിനെ സംബന്ധിച്ച് ആസ്തി വെച്ചാൽ വലിയ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സ്, സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് അവിടുത്തെ സ്റ്റോക്ക് കാര്യങ്ങള്. സേഫ്റ്റി മാനുവൽ. സേഫ്റ്റി മാനുവൽ എന്താ? സേഫ്റ്റി കാര്യങ്ങളൊക്കെ സംബന്ധിക്കുന്ന ടെക്സ്റ്റ്, അല്ലെ, രാവിലെ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങള് കാണിക്കുന്ന ഒരു ടെക്സ്റ്റ് ആണ്, ബുക്കാണ് ഇത്, സേഫ്റ്റി മാനുവൽ എന്ന് പറയുന്നത്, സേഫ്റ്റി മാനുവൽ. പിന്നെ ബഡ്ജറ്റ്, ബഡ്ജറ്റ് സംബന്ധിക്കുന്ന റെക്കോർഡ്. സോപ്സ്, SOP, ആ എസ് എഴുതിയേക്കണില്ലേ, അത് ഷോർട്ട് ആക്കി എഴുതണം കേട്ടോ.
ആ പിയുടെ താഴത്താക്കി എഴുതിയത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ എന്ന് അറിയില്ല. ഞാനിവിടെ ഷെയർ ചെയ്തത് കറക്റ്റ് ചെയ്യാത്തൊരു കോപ്പിയാണ്. അതിനകത്ത് വന്നേക്കുന്ന മിസ്റ്റേക്ക് ആണ്. SOPS എന്നാണ്, സോപ്സ് എന്ന് പറയും. SOPS, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. കറക്റ്റ് ആണ് അല്ലെ? ആ കുഞ്ഞ് എസ് കുഞ്ഞാക്കി എഴുതിയാൽ മതി, പിയുടെ താഴെ വരുന്ന രീതിയിൽ. നമ്മൾ പറഞ്ഞില്ലേ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്താ? എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന? സ്റ്റാഫിന് വേണ്ടി. എന്തിനു വേണ്ടി? ലാബിലെ പ്രവർത്തനങ്ങള്, അവിടുത്തെ കാര്യങ്ങളൊക്കെ, മെയിൻ്റനൻസ് കാര്യങ്ങള്, അതൊക്കെ അതിനെ കുറിക്കുന്ന നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ്, ഡോക്യുമെന്റ് ആണ് സോപ്സ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഡിസൈൻഡ് ബൈ ദ സ്റ്റാഫ്. സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ളതാ. എന്തിനു വേണ്ടി? to daily operations, അല്ലെ? To perform the daily operations. അവിടെ പ്രവർത്തനങ്ങള് അല്ലെ, പ്രവർത്തനങ്ങള് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നിർദ്ദേശങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ദെൻ അതിന് നിങ്ങൾ SOPയുടെ എക്സ്പാൻഡഡ് ഫോം എഴുതി വെച്ചാൽ മതി അവിടെ. പിന്നെ വർക്ക് ലോഡ് ആൻഡ് സർവൈലൻസ് റിപ്പോർട്ട്സ്. ജോലിഭാരം, വർക്ക് ലോഡ്, സർവൈലൻസ് റിപ്പോർട്ട്, നിരീക്ഷണ റിപ്പോർട്ടുകള്, സർവൈലൻസ് റിപ്പോർട്ട്, നിരീക്ഷണ റിപ്പോർട്ടുകള്. അപ്പൊ ഇത്രയും റെക്കോർഡുകള് അല്ലെങ്കിൽ റിപ്പോർട്ടുകള് ലാബില് സൂക്ഷിക്കണം. പക്ഷെ ഇതിന് ലിമിറ്റേഷൻ ഇല്ല കേട്ടോ. ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു ദ ഫോളോയിങ്. ഇതിൽ മാത്രം പരിമിതപ്പെടുത്തിയിട്ടില്ല, ഇതിൽ കൂടുതൽ ഉണ്ടാകാം. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പൊ പേരുകൾ മാത്രം നോക്കിയാൽ നിങ്ങൾ അവിടെ ആ 1 by 1 അതിന്റെ ആ പേരുകൾ മാത്രം നോക്കാം. 1-2 പ്രാവശ്യം വായിച്ച കിട്ടും. റിക്വസ്റ്റ് ഫോം, പിന്നെ അടുത്ത റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്. റിസൾട്ടുകള്, റിപ്പോർട്ടിന്റെ കോപ്പി, ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ്, ഇൻസ്ട്രുമെന്റ്സ് അതിന്റെ പ്രിന്റ് ഔട്ടുകള് അല്ലെ, ഇൻസ്ട്രുമെന്റ്സ് അതിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ്, ലബോറട്ടറി വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റുകള്, ലബോറട്ടറിയുടെ രജിസ്റ്ററുകള്, കാലിബ്രേഷൻ റെക്കോർഡ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്. Then quality control, quality manual ഉണ്ട്, ഇൻസിഡന്റ് ബുക്ക് ആൻഡ് കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്, സ്റ്റോക്ക് കാർഡ്, അതുപോലെ തന്നെ സപ്ലൈ റെക്കോർഡ്, പിന്നെ പേഴ്സണൽ റെക്കോർഡ്, സ്റ്റാഫുകളെ സംബന്ധിക്കുന്ന റെക്കോർഡുകൾ ഉണ്ട്, കംപ്ലൈന്റ്സ് ആൻഡ് റെസൊല്യൂഷൻ, പരാതികളും അതിന്റെ പരിഹാര കാര്യങ്ങളും, ഇൻവെന്ററി, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഓർ അസറ്റ്, ആ ഒരു ലബോറട്ടറിയിലെ ആസ്തി, അസറ്റ്. Then സേഫ്റ്റി മാനുവൽ, അതിനെ സംബന്ധിക്കുന്ന റെക്കോർഡ് ഉണ്ടാവാം, ബഡ്ജറ്റുകളെ സംബന്ധിക്കുന്നത് ഉണ്ടാവാം, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാകാം, വർക്ക് ലോഡ് ആൻഡ് സർവൈലൻസ് റിപ്പോർട്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റൂലേ? ഹാർട്ട് ചെയ്യണ്ട, നിങ്ങളൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഇതില് ലബോറട്ടറി റെക്കോർഡ്സിൽ ഉൾപ്പെടുന്നതാണോ അല്ലയോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സേഫ്റ്റി ആണ്. സേഫ്റ്റി ഇൻ ലബോറട്ടറീസ്. സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് അല്ലെ, ഏത് സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും എന്തെങ്കിലും അപകടങ്ങളൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം അല്ലെ, ഇല്ലേ? എവിടെ വർക്ക് ചെയ്യുന്നവരാർക്കും നമുക്ക് പറയാൻ പറ്റൂല എങ്ങനെയാണ് എന്തൊക്കെ അപകടങ്ങളാ വരാൻ പറ്റുകയെന്ന്. എല്ലാം ഒരു റിസ്കി ജോലി തന്നെയല്ലേ അല്ലെ? ഇപ്പൊ എവിടെ നമ്മൾ എത്രയും സേഫ് ആയിട്ടുള്ളൊരു ഇതെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ലാബിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് കുറച്ച് എന്താ പറയാ സേഫ്റ്റി കാര്യങ്ങൾ എടുക്കണം. പക്ഷെ അവരും ഇങ്ങനെ പല കെമിക്കൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ അവര് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് അവിടെ വേണമെങ്കിൽ അപകടങ്ങളൊക്കെ സംഭവിക്കാം. അപ്പൊ ഈ ഒരു ലബോറട്ടറിനെ സംബന്ധിക്കുന്ന സേഫ്റ്റി, സുരക്ഷാ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. Personnel who are working in laboratory may be subjected to risk from various chemicals, infectious material, fire danger, electrical shock, gas leak, etc. ഇങ്ങനെയുള്ള അപകടങ്ങൾക്ക് അവർക്ക് വിധേയരാകാം അല്ലെ? ഒരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് ഇങ്ങനെയുള്ള അപകടങ്ങൾക്കൊക്കെ വിധേയരാകാം. എങ്ങനെ? അവര് പല കെമിക്കൽസ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പല കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കല്ലേ? അതൊക്കെ ചിലപ്പോ അറിയാതെയൊക്കെ നമ്മൾ വേണമെങ്കിൽ കൈയിലേക്കൊക്കെ വീഴുകയൊക്കെ ചെയ്ത് അപകടം വരാൻ പാടില്ലേ? ഇൻഫെക്ഷസ് മെറ്റീരിയൽ, പല ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന പല മെറ്റീരിയൽസും ആ സാധനങ്ങളൊക്കെ ആയിട്ട് അവർ പ്രവർത്തിക്കുന്ന, ചിലപ്പോ ഇനി ഇതുപോലെ വല്ല ആസിഡ സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊക്കെ എടുക്കുമ്പോൾ തീ പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടാവും. ഫയർ ഡേഞ്ചർ, അതിനുള്ളൊരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. ദെൻ ഇലക്ട്രിക്കൽ ഷോക്ക് അല്ലെ, സ്വിച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ടെസ്റ്റ് ചെയ്യുകയോ അങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ ഷോക്ക് വേണമെങ്കിൽ പറ്റാം. പിന്നെ അതുപോലെ എന്തെങ്കിലും വാതക ചോർച്ചകള്, ഗ്യാസ് ലീക്ക്, ഇങ്ങനെയുള്ള അപകടങ്ങൾക്കൊക്കെ അവർ വിധേയരാകാം.
ലാബിൽ വർക്ക് ചെയ്യുന്നവര്, ആരെങ്കിലും ലാബിൽ വർക്ക് ചെയ്യുന്നവരുണ്ടോ അവിടെ? ഉണ്ടോ? ആരുല്ലേ? കഴിഞ്ഞ ബാച്ചിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവര്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാട്ടോ, ഞങ്ങൾക്ക് അറിയില്ലാത്ത എല്ലാ വിവരങ്ങളും ഉണ്ടെങ്കിൽ പറയാട്ടോ എന്ന് പറഞ്ഞു. ലാബിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാ? ശരിയല്ലേ? ആണോ? ആരുമില്ല. അപ്പൊ നോക്കിയേ, അപ്പൊ ലാബിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് ഈ പറയുന്ന അപകടങ്ങൾക്ക് വിധേയരാകാം. അത് കെമിക്കൽസുമായിട്ട് അവര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, അതുവഴി ചിലപ്പോൾ അപകടങ്ങൾ വരാം. അല്ലെങ്കിൽ പല ഇൻഫെഷ്യസ് മെറ്റീരിയൽസുമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന പല മെറ്റീരിയൽസ്, ഫയർ അല്ലെ, അതുപോലെ ഇലക്ട്രിക്കൽ ഷോക്ക്, ഗ്യാസ് ലീക്ക്, ഇങ്ങനെയുള്ള അപകടങ്ങൾക്കൊക്കെ അവർ വിധേയരാകാം. The environment is also at the risk being contaminated. അതുകൂടാതെ നമ്മുടെ പരിസ്ഥിതി എൻവയോൺമെന്റ് അല്ലെ, അതും നമുക്ക് കണ്ടാമിനേറ്റഡ് ആകാം by the dangerous material used and the waste generated in the laboratory. പല മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ അത് കണ്ടാമിനേറ്റഡ് ആവാം, മലിനമാകാൻ ചിലപ്പോ. ആൻഡ് വേസ്റ്റ് ജനറേറ്റഡ്, ലബോറട്ടറിയിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ അതുകൊണ്ടൊക്കെ ചിലപ്പോ ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു എൻവയോൺമെന്റും എന്താ കണ്ടാമിനേറ്റഡ് ആകാം, മലിനമാകാം. അതും ഓൾസോ റിസ്ക് തന്നെയല്ലേ അവർക്ക് അല്ലേ? ആ നമ്മൾ നിൽക്കുന്ന ഒരു അന്തരീക്ഷം അത് ജെയിം ഫ്രീ ആയിരിക്കണം. അതിന് കണ്ടാമിനേഷൻ ആകാം പല മെറ്റീരിയൽസ് വഴി. ലാബില് പല ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. ചിലപ്പോ അതുവഴി ആ നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ വേണമെങ്കിൽ മലിനമാകാം. അങ്ങനെ ഒരു റിസ്കും കൂടി ഉണ്ട് നമ്മള്. The policies should define the use of sharp disposal of bio-waste, reagent, sharp and other waste involved in the laboratory according to the local and national regulations. Policies should define. അപ്പൊ അവിടെ എന്തുണ്ട്? ഈ ഒരു പോളിസികളുണ്ട്, നയങ്ങളുണ്ട്. നമുക്ക് തോന്നിയാസൊന്നും ഉപയോഗിക്കാൻ പാടില്ല അല്ലെ? അത് ഓരോന്നും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ നയങ്ങളുണ്ട്, അവിടെ പോളിസി ഉണ്ട്. ആ ഒരു നിയന്ത്രണമായിട്ടുള്ള പോളിസികളുണ്ട്, അതിനനുസൃതമായിരിക്കണം. The policy should define the use of sharp objects, അല്ലെ? വലിയ മൂർച്ചയുള്ള ഉപകരണങ്ങൾ ഉണ്ടാവും, അത് ഉപയോഗിക്കുന്നത് അതിൻ്റെതായ നയങ്ങളുണ്ട്, പോളിസീസ് ഉണ്ട്. ഡിസ്പോസൽ ഓഫ് ബയോവേസ്റ്റുകള് ഡിസ്പോസ് ചെയ്യുന്നത് അതിൻ്റെതായ നടപടിക്രമം അനുസരിച്ചായിരിക്കണം. റിയേജൻസ്, ഷാർപ്പ് ആൻഡ് അതർ വേസ്റ്റ് ഇൻവോൾവ് ഇൻ ദ ലബോറട്ടറി. അപ്പൊ ലബോറട്ടറിയിൽ ഉണ്ടാകുന്ന ഈ വേസ്റ്റുകളൊക്കെയാണ് നമ്മൾ തോന്നിവാസം ഒന്നും കളയാൻ പാടില്ല. അതൊക്കെ ഡിസ്പോസ് ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണ്? ഒരു പ്രത്യേക നയങ്ങൾ അനുസരിച്ചായിരിക്കണം. അക്കോർഡിംഗ് ടു ദ ലോക്കൽ ആൻഡ് നാഷണൽ റെഗുലേഷൻ. ദേശീയമായിട്ടുള്ള, പ്രാദേശികവും ദേശീയവുമായിട്ടുള്ള ഒരു നിയന്ത്രണങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യാൻ. അതിന് കൃത്യമായിട്ടുള്ള നയങ്ങളുണ്ട്. അത് ഇതിനു വേണ്ടി, സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാ അല്ലെ? നമ്മൾ അതൊക്കെ ഓരോന്ന് ഡിസ്പോസ് ചെയ്യുന്നതൊക്കെ ചിലപ്പോഴൊക്കെ പെട്ടെന്ന് കത്തൊക്കെ പിടിക്കാം. അപ്പൊ അതൊക്കെ നമ്മളത് നശിപ്പിക്കുമ്പോൾ, ഡിസ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഓരോന്നും തിരിച്ചൊക്കെ വേണം. പ്രൊട്ടക്ഷന് വേണ്ടി തന്നെ അല്ലെ? അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് കളയുമ്പോൾ ചിലപ്പോൾ അതിന് വല്ല ഒത്തിരി കത്ത് പിടിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ഓരോന്നും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വേണം. അതിൻ്റെതായി കറക്റ്റ് ഒരു നിയന്ത്രണങ്ങളുണ്ട്, അതിനനുസരിച്ച് വേണം ഡിസ്പോസ് ചെയ്യാൻ. വേറൊന്നുമല്ല, എന്താണ്? ആ സ്റ്റാഫിന്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ്. It is necessary to train all the personnel in standard precautions. അപ്പൊ അതുകൊണ്ട് ആ സ്റ്റാഫ്, ലബോറട്ടറിയിലുള്ള എല്ലാ സ്റ്റാഫിനും എന്ത് വേണം? ട്രെയിനിങ് കൊടുക്കണം. എന്താ? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ, അടിസ്ഥാനമായിട്ടുള്ള ഒരു മുൻകരുതലുകള്, അതേക്കുറിച്ച് ഇന്ന മുൻകരുതലുകൾ എടുക്കണം അല്ലെ? അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, ഒരു ദേശീയമായിട്ടുള്ള ഒരു മുൻകരുതലുകള്, അതേക്കുറിച്ച് എല്ലാ സ്റ്റാഫിനും എന്താ ട്രെയിനിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? ലാബിലുള്ളവര് ഉണ്ടെങ്കിൽ ചോദിക്കാറുണ്ടോ ട്രെയിനിങ് കിട്ടിയിട്ടില്ലെന്ന്? അവർക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ട് അല്ലെ? ഇന്ന രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ ഈ രീതിക്ക് ആയിരിക്കണം എന്നൊക്കെ ഉള്ള അവർക്ക് ഓൾറെഡി ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതും സേഫ്റ്റിക്ക് വേണ്ടിയാ. സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് therefore include the protection of both the person and the environment from dangerous material. സേഫ്റ്റി ഇൻ ലബോറട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കാര്യങ്ങളാ. അവിടുത്തെ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷനും അതുകൂടാതെ എൻവയോൺമെന്റിന്റെ അല്ലെ
നമ്മുടെ അന്തരീക്ഷത്തിന്റെ, നമ്മുടെ പരിസ്ഥിതിയുടെ അല്ലെ, അതിനും നമ്മളിപ്പോ ഇതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുമ്പോഴൊക്കെ വല്ല പുകയോ അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമുക്ക് അന്തരീക്ഷം നമ്മുടെ പരിസ്ഥിതിക്ക് തന്നെ അപകടകരമാകാം. അപ്പൊ രണ്ട് ഇത് പറയുന്നുണ്ട് അവിടെ. സേഫ്റ്റി ഇൻ ലബോറട്ടറി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫിന്റെ സേഫ്റ്റി മാത്രമല്ല, നമ്മുടെ പരിസ്ഥിതിയുടെയും കൂടെയുള്ള ഒരു ഇതാണ്. ദോഷമാകും അല്ലേ? അതെ, പരിസ്ഥിതിക്കും ദോഷമാകും. അപ്പൊ നമ്മള് രണ്ടുപേരുടെയും കാര്യങ്ങൾ നോക്കണം. ലബോറട്ടറിയിലെ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷനും ആൻഡ് ബോത്ത് ഫോർ ദ പേഴ്സണൽ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ എൻവയോൺമെന്റിന്റെ കൂടിയാണ്. എന്തിൽ നിന്ന്? ഫ്രം ഡേഞ്ചറസ് മെറ്റീരിയൽ, അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസ്. അതിൽ നിന്ന് സ്റ്റാഫിന്റെയും നമ്മുടെ ഒരു പരിസ്ഥിതിയും കൂടെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ അടുത്ത പോയിന്റ്സിൽ കുറച്ച് പോയിന്റ്സ് ആണ്, ജനറൽ സേഫ്റ്റി മെഷേഴ്സ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ജനറൽ സേഫ്റ്റി മെഷേഴ്സ് ഫോളോ ഇൻ ലബോറട്ടറിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ജനറൽ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്, അത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അതും നമ്മൾ ബൈഹാർട്ട് ചെയ്യണ്ട, ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, പക്ഷെ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സേഫ്റ്റി മെഷേഴ്സ് ആണ്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ല. ഒരു ലാബില് നമ്മള് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ്, പൊതുവായിട്ടുള്ള സേഫ്റ്റി നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ പോയിന്റ് നോക്കിയേ, ഓൾ ദ ലബോറട്ടറി പേഴ്സണൽ should have a knowledge of the laboratory safety policy and procedure and act in accordance with these all the times. ഒന്നാമത്തെ കാര്യം എന്താ അല്ലെ? ഒരു ലാബില് നേരെ നമുക്ക് ആർക്കും പോയി അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ലാബില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തുണ്ടായിരിക്കണം? ലബോറട്ടറിയിലെ സേഫ്റ്റി പോളിസി പ്രൊസീജിയർ, സുരക്ഷാ നയങ്ങളും നടപടിക്രമങ്ങളെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം അല്ലെ? നമുക്കതിന് അറിവുണ്ട്, ഇങ്ങനെ അപകടങ്ങൾ വരാം, അത് ഇന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ലാബിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും അറിവ് വേണം അല്ലെ? അതിനെക്കുറിച്ച് നമുക്കൊരു അവയർ അല്ലെങ്കിൽ നമുക്ക് അപകടങ്ങൾ വരാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെയായിരിക്കണം? നമുക്ക് അതിനെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ സേഫ്റ്റി മെഷേഴ്സ് പറയുന്നത്. All the personnel should have a knowledge of the laboratory safety policy and procedure and act in accordance with these all at the times. കണ്ടോ? അതെങ്ങനെയാ? അതനുസരിച്ച് തന്നെ നമ്മള് എല്ലാ സമയത്തും അതനുസരിച്ച് തന്നെ നമ്മള് ചെയ്യണം, ആക്ട് ചെയ്യണം, അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. നമുക്കൊരു നോളജ് ഉണ്ടല്ലോ, ആ നോളജ് അനുസരിച്ച് തന്നെ നമ്മൾ പ്രവർത്തിക്കണം. എന്തിനെ കുറിച്ചുള്ള നോളജാ പറഞ്ഞത്? ഈ ലാബിലെ പോളിസി പ്രൊസീജിയർ, പോളിസികള്, അവിടുത്തെ നയങ്ങള്, നടപടിക്രമങ്ങളെ കുറിച്ചുള്ള അറിവ് എല്ലാ സ്റ്റാഫിനും, ലാബിലെ എല്ലാ സ്റ്റാഫിനും ഉണ്ടായിരിക്കണം. അവരെല്ലാ സമയത്തും അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ, ഈ പോയിന്റ് തന്നിട്ട് ജനറൽ സേഫ്റ്റി മെഷേഴ്സിൽ ഉൾപ്പെടുന്നതാണോ എന്ന് ചോദിച്ച് എഴുതാൻ പാകത്തിന് മനസ്സിലാക്കുക കേട്ടോ. രണ്ടാമത്തെ നോക്കിയേ, ലിസ്റ്റ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി ഷുഡ് ബി പ്രിപ്പയർഡ്. വലിയൊരു കാര്യമാണ് കണ്ടോ, ഡേഞ്ചറസ് മെറ്റീരിയൽസ് അതിന്റെ ഒരു ലിസ്റ്റ് ലാബിൽ പ്രിപ്പയർ ചെയ്യണം, തയ്യാറാക്കണം. അപ്പൊ നമുക്ക് ആ ലിസ്റ്റ് നോക്കുമ്പോ അറിയാം അല്ലെ, ഇന്ന മെറ്റീരിയൽസ് അത് അപകടകരമാണ്, അത് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അപ്പൊ അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, സാധനങ്ങളൊക്കെ അതിനെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ്, അതിന്റെ ഒരു ലിസ്റ്റ് ലാബില് തയ്യാറാക്കണം. അതിന്റെ ഒരു ലിസ്റ്റ് ലാബ് തയ്യാറാക്കണം. രണ്ടാമത്തെ കേട്ടോ സേഫ്റ്റി മെഷേഴ്സ് ആണ്. ഡേഞ്ചറസ് മെറ്റീരിയൽസിന്റെ ഒരു ലിസ്റ്റ് ലാബ് തയ്യാറാക്കണം. രണ്ട് പോയിന്റ്സ് ക്ലിയർ ആയോ? ഒന്നാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? ലാബിലൊരു വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫും എന്ത് മനസ്സിലാക്കണം? എന്തിനെ കുറിച്ച് അറിവ് ഉണ്ടാവണം? ലാബിലെ സുരക്ഷാ നടപടികള്, നയങ്ങളെ കുറിച്ച് അവെയർ ആയിരിക്കണം, അതിനെ കുറിച്ച് അവർക്ക് നോളജ് ഉണ്ടായിരിക്കണം. എന്നിട്ടോ അവര് എന്ത് ചെയ്യണം? എല്ലാ സമയത്തും അതിനനുസൃതമായി തന്നെ പെരുമാറണം. അറിവുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എല്ലാ സമയത്തും ആ സ്റ്റാഫ് അതിനനുസൃതമായി തന്നെ പെരുമാറണം.
രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ലിസ്റ്റ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽ. ലാബിലുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസ് അതിന്റെ ഒരു ലിസ്റ്റ്, ഒരു പട്ടിക ലാബ് തയ്യാറാക്കണം. 2 പോയിന്റ്സ് ക്ലിയർ ആണോ? യെസ്. മൂന്നാമത്തെ എന്താ? ഐ വാഷ് ഫെസിലിറ്റി. ഇനി കണ്ണുകൾ കഴുകാനുള്ള സൗകര്യം. ഇനിയിപ്പോ നമ്മൾ അഥവാ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുകയാണ്, അപ്പൊ നമുക്കറിയാം കണ്ണിലേക്കോ അങ്ങനെ എന്തെങ്കിലും വീഴോ ഇതൊക്കെ ചെയ്യാൻ ഉടനടി തന്നെ എന്താ അവിടെ കണ്ണുകൾ കഴുകാനുള്ള ഒരു സൗകര്യം വേണം. ഐ വാഷ് ഫെസിലിറ്റി വേണം. ഷുഡ് ബി മെയ്ഡ്. made available. ഐ വാഷ് ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം. ആ സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി ഓർ അറ്റാച്ച്ഡ് ടു ദ സിങ്ക്. അതെങ്ങനെയായിരിക്കണം? ഐ വാഷ് ഫെസിലിറ്റി പറഞ്ഞു, കണ്ണുകൾ കഴുകാനുള്ള ഒരു സംവിധാനം. അതൊന്നില്ലെങ്കിൽ എന്താ പറയാ, സ്റ്റാൻഡ് എലോൺ ഫെസിലിറ്റി. സ്റ്റാൻഡ് എലോൺ എന്ന് വെച്ചാൽ എന്താണ്? ഒറ്റയ്ക്ക് ഇതായിരിക്കണം അല്ലെ? സ്റ്റാൻഡ് എലോൺ എന്ന് പറഞ്ഞാൽ നേരെ അതിനു വേണ്ടി മാത്രം, അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കണം. അല്ലെങ്കിലോ അറ്റാച്ച്ഡ് ടു ദ സിങ്ക്, സിങ്കിനോട് ചേർന്ന് കണ്ണുകൾ കഴുകാനുള്ള ഒരു ഫെസിലിറ്റി വേണം. ഉണ്ടാവും. മനസ്സിലായോ? ഐ വാഷ് ഫെസിലിറ്റി ഒന്നില്ലെങ്കിൽ എങ്ങനെയാ? ഐ വാഷ് ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം. അത് ഒന്നില്ലെങ്കിൽ എങ്ങനെയാ? അത് തന്നെ, അതിന് തന്നെയുള്ള ഒരു ഫെസിലിറ്റി വേണം. സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി അല്ലെങ്കിലോ അറ്റാച്ച്ഡ്, ഒന്നില്ലെങ്കിൽ നേരെ നിൽക്കുന്ന രീതിയിൽ സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി, അല്ലെങ്കിലോ സിങ്കിനോട് ചേർന്നായിരിക്കണം. അറ്റാച്ച്ഡ് ടു ദ സിങ്ക് അല്ലെങ്കിൽ സിങ്കിനോട് ചേർന്ന്, നമ്മുടെ സിങ്കില്ലേ ആ സിങ്കിനോട് ചേർന്നിട്ടായിരിക്കണം അതിനുള്ള ഒരു ഫെസിലിറ്റി വേണം. ഓക്കെ, 3 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ജനറൽ സേഫ്റ്റി മെഷേഴ്സിൽ 3 പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തെ മനസ്സിലായല്ലോ? ലബോറട്ടറിയിലെ എല്ലാ സ്റ്റാഫും ലാബിലെ പോളിസി പ്രൊസീജിയർ അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കുകയും ചെയ്യണം. അതനുസരിച്ച് തന്നെ അവര് പെരുമാറുകയും ചെയ്യണം. പിന്നെ ലബോറട്ടറിയില് ഡേഞ്ചറസ് മെറ്റീരിയൽസിന്റെ ഒരു ലിസ്റ്റ് ലാബ് തയ്യാറാക്കണം. മൂന്നാമത്തെ എന്താ? ഐ വാഷ് ഫെസിലിറ്റി ആണ്. അതെങ്ങനെയാ? ഒന്നില്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ സിങ്കിനോട് അറ്റാച്ച് ചെയ്തായിരിക്കണം. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ പിള്ളേരെ? ക്ലാസ് ഫോളോ ചെയ്ത് പോണില്ലേ? കറക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ടോ? വായിക്കുന്നുണ്ടോ നിങ്ങള്? ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യത്തെ ക്ലാസ് മുതൽ പറഞ്ഞതാണ്, കറക്റ്റ് ആയിട്ട് എടുക്കുന്ന അത്രയും നമ്മുടെ ഭാഗം നമ്മൾ കറക്റ്റ് ആക്കി വെക്കുക. എന്തായാലും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പല പല പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തേക്കുന്നാലേ, ജോലിക്ക് പോണവര്, വീട്ടില് പ്രാരാബ്ദങ്ങളുള്ളവര്, മക്കളുള്ളവര്, അങ്ങനെ പല പല ജോലി സ്ഥലത്ത് നിന്ന് കയറുന്നവര്, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെതായ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ കയ്യിൽ നിന്നും ഉണ്ടാവണം. നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ, മനസ്സിലാവുന്നില്ല എല്ലാവർക്കും, അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ എന്ന് പറഞ്ഞു പോണത്. അത് നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ഒരു പ്രാവശ്യം, ഒന്നിൽ കൂടുതൽ ആരും വായിക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം എന്തായാലും വായിച്ചു വെക്കണം. നിങ്ങൾക്ക് ഒന്ന് വായിച്ചാൽ മതി. ഒറ്റ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്മറി നിൽക്കും. നമ്മൾ അതുപോലെ ക്ലാസ്സിൽ പോണത്, ക്ലാസ്സിൽ തന്നെ നമുക്ക് ക്ലിയർ ആക്കി വിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയുന്നത് ഒന്ന് വായിച്ചു വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. നമ്മൾ തിക്കും തിരക്കും ഒക്കെ വന്ന് നമുക്ക് അതിന്റെ ചിലപ്പോൾ ഓർക്കാൻ പറ്റില്ല. നമ്മുടെ എക്യുപ്മെന്റ്സിന്റെ ഇന്ന് ബാക്കിത്തെ പോയിന്റ്സുകൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാ? പോളിസി ആൻഡ് പ്രൊസീജിയർ ആണ് കേട്ടോ. അതിന് 4 പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ പറഞ്ഞു. പിന്നെ റിക്വസിഷൻ ഫോം ഓർ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം നമ്മൾ പറഞ്ഞു. പിന്നെ സാമ്പിൾ അക്സെപ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യോ ചെയ്യുന്നു. പിന്നെ ലബോറട്ടറി റെക്കോർഡ്, കാര്യങ്ങളൊക്കെ ലാബിൽ റെക്കോർഡ് ആക്കി വെക്കണം. 1ഉം 2ഉം മൊഡ്യൂൾ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത് കേട്ടോ. പിന്നെ അടുത്ത ലബോറട്ടറി റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? പേര് മാത്രം പഠിച്ചാൽ മതി. പിന്നെ സേഫ്റ്റി ഇൻ ലബോറട്ടറി, അതിന് 3 പോയിന്റ്സ് ഇത്രേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. കറക്റ്റ് ആയിട്ട് പോവുക. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.